ഗുഡ് ഈവനിങ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ സബ്ജക്റ്റിനാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിലെ പ്രഗത്ഭരായ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ ആളുകളുണ്ട്. എല്ലാവരും വന്ന് നിങ്ങളെല്ലാം വളരെ ഉത്തേജനം തന്ന് വളരെ മോട്ടിവേറ്റഡായി നിങ്ങൾക്ക് എന്തും ചെയ്യണം എന്നുള്ള ഒരു ആവേശത്തിലാണ് നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും പക്ഷേ എല്ലാവർക്കും ചില ഏരിയയിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മറ്റേ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഈ മോട്ടിവേഷനിലൂടെ നിങ്ങൾക്കും സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ജോലി വിട്ട് കളിക്കരുത്. കാരണം അതിനുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലഭിച്ച ട്രെയിനിങ് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനെ വലുതാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശമ്പളം കൂട്ടുന്ന കാര്യത്തിൽ ചില മുതലാളി സ്ഥാപനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി കാണാം. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് വിട്ട് പോകാതെ അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ ശ്രമിച്ച് ആ സ്ഥാപനത്തിനെ ഉയർത്തിക്കണം. എന്നാൽ പോലും നമുക്കും ജീവിക്കണം എന്നുള്ള ചിന്ത നമ്മളെല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് വൈകിട്ട് വീട്ടിൽ ഫ്രീ ആയിരിക്കുമ്പോൾ 1 മണിക്കൂർ ഈ ഒരു ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കണം. അതിൻ്റെ പേരാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇത് വേൾഡിൽ വളരെ പ്രഗത്ഭമായ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്ന സ്ഥാപനങ്ങൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. പലരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം അതൊരു ഫിക്സഡ് എക്സ്പെൻസ് ആകുന്നില്ല. അതൊരു പെർഫോമൻസ് മാർക്കറ്റിംഗ്. ജോലി ചെയ്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അതിന്നൊരു സംഭാവന നമുക്ക് കിട്ടുന്നു. പക്ഷേ ഇതിന് നമ്മൾ കഷ്ടപ്പെടുന്നില്ല, നമ്മൾ പോയി ഓടി നടക്കുന്നില്ല, നമുക്ക് തൊഴിലാളികളില്ല, നമുക്കൊരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട, അല്ലെങ്കിൽ ഡെലിവറി ഇല്ല, നമുക്കൊന്നും ചെയ്യുന്നില്ല. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ കോണ്ടാക്ട്സ് എന്ന് പറയുമ്പോൾ ഇതിന് പല രീതിയിലാണ് നമ്മൾ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു എന്നല്ലാതെ, പക്ഷേ ആ രീതിയിലല്ല. അതിൻ്റേതായ ഒരു വേ ഉണ്ട്. അതിൻ്റേതായ രീതിയിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ, അത് വളരെ സീരിയസായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ കച്ചവടം വഴി വളരെ ലാഭകരമാക്കി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ ഒരു ട്രെയിനിങ് ആണ് ഞാൻ നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇത് അതേമാതിരി തന്നെയാണ് സ്ഥാപനങ്ങൾക്കും. അവർക്ക് ഇന്ന് സെയിൽസ് കുറവാണെങ്കിൽ ഇതുപോലെ നിരവധി അഫിലിയേറ്റ് ആളുകൾ വേൾഡിൽ പല ഭാഗത്തും ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സക്സസ്ഫുള്ളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അഫിലിയേറ്റ്സ് ഓടി നടന്ന് ഏതെല്ലാം കമ്പനിയിൽ നല്ല പ്രോഡക്റ്റ് ഉണ്ടോ അതെല്ലാം അവർ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൂടെ, കണ്ടൻറ് ക്രിയേഷനിലൂടെ പല രീതിയിലുമാണ് അഫിലിയേറ്റ്. അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാഷൻ എന്താണ് എന്ന് ആദ്യം തീരുമാനിക്കണം. ആ പാഷൻ അനുസരിച്ച് വേണം നമ്മൾ നമ്മുടേതായ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ചെയ്ത് അതുവഴി കാശുണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു കമ്പനിക്കും അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നിങ്ങൾ കിട്ടുന്ന മോട്ടിവേഷൻ ട്രെയിനിങ്ങിൽ നിങ്ങൾക്കുള്ള ആവേശം ആ ബിസിനസ്സിൽ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾക്കും സമ്പാദിക്കാൻ കഴിയും. നിങ്ങൾ ആ സ്ഥാപനത്തിന് വിട്ടു വരാതെ ആ സ്ഥാപനത്തിനെ ഉയർത്തണം. അതേമാതിരി തന്നെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ബിസിനസ് കണ്ടെത്തണം. അതിനുള്ള സമയം കണ്ടെത്തണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയം നിങ്ങളുടെ ഒരു ബിസിനസ്സിനെ വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിയുമ്പോൾ വിൻ സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാനുണ്ട്. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിനെ പറ്റി പറഞ്ഞ് നിർത്തിയാൽ അത് ശരിയല്ല. ഈ നിക്ക് സെർച്ച് ചെയ്യുന്നത് മുതൽ നമ്മുടെ പാഷൻ എന്താണ്, അതിന് ഏത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മൾക്ക് വന്നാൽ അത് എങ്ങനെ മെച്ചപ്പെടും. ഇപ്പോൾ ഒരു ആമസോണോ അല്ല ഫ്ലിപ്കാർട്ടോ അല്ല, അതിലുപരി നിരവധി അഫിലിയേറ്റ് പ്രോഗ്രാം 50% വരെ കമ്മീഷൻ കൊടുക്കുന്ന അഫിലിയേറ്റ് പ്രോഗ്രാമുണ്ട്. അത്തരം പ്രോഗ്രാമുകൾ ഏതെല്ലാം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒരു പാഷനായിട്ട് നിങ്ങൾ ആർക്കും ഇത് ചെയ്യാൻ പറ്റും. ഇത് ആരും ചെയ്യാൻ പറ്റാത്ത ഒരു പരിപാടിയല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരിലുമുള്ള ഒരു ബേണിംഗ് സെൻസേഷൻ. ഞാനും ഒരു ബിസിനസ്സുകാരാണ്, പക്ഷെ എല്ലാവർക്കും ബിസിനസ്സുകാർ ചെയ്യുന്നത് എളുപ്പമല്ല. ബിസിനസ്സിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചാണ് ഇന്ന് സ്ഥാപനങ്ങൾ ശമ്പളം നൽകി കൊണ്ടുപോകുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഈ മോട്ടിവേഷണൽ പ്രോഗ്രാം വഴിയെങ്കിലും
തൊഴിലാളികളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരിൽ നിന്നും ഒരു പെർഫോമൻസ് എടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വഴി കേരളത്തിൽ ഒരു നിരവധി ട്രെയിനിങ്ങുകൾ കണ്ടക്ട് ആണ്ട് അതുവഴി സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട പ്രവൃത്തികൾ വരുന്നുണ്ട്. എല്ലാം തീർച്ചയാണ്, ഇതിനെല്ലാം സമയമെടുക്കും. പക്ഷേ അതുവരെ നിങ്ങൾ കാത്തിരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങുമായിട്ട് നിങ്ങൾ തുടങ്ങുക. അത് നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാനുള്ള വഴിയാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. താങ്ക് യു.